പ്രേസ് എൻ്റെ പേര് മഞ്ജു. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾക്കറിയാം യേശുക്രിസ്തുവിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്നു അല്ലെ. നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് അങ്ങനെയാണ്. വളരെ അധികം യുദ്ധങ്ങളും ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. യേശുവിന്റെ വരവ് വളരെ അധികം അടുത്താണ്. നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോൾ നമ്മുടെ വഴികളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തന്നെ തോന്നും. അങ്ങനെയാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ. നമുക്ക് നമ്മുടെ വഴികളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തോന്നുമെങ്കിൽ പോലും പക്ഷെ നമ്മുടെ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ, ഹൃദയത്തെ കാണുന്നവൻ യേശു ക്രിസ്തുവാണ് അല്ലെ. ദൈവത്തിൽ നിന്ന് ഒരുപാട് ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ ആ ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതിന് വേണ്ടി ഉള്ളതാണോ, അതോ നമ്മളെ തന്നെ എക്സ്പോസ് ചെയ്ത് നമ്മുടെ തന്നെ സ്വഭാവത്തെ അത് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഉള്ളതാണോ എന്നുള്ളത് നമ്മളത് തീരുമാനിക്കേണ്ട കാര്യമാണ് അല്ലെ. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ നന്മയ്ക്കായിട്ട് മാത്രമാണ് ദൈവം തന്നിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ മോശപ്പെട്ട രീതിയിൽ ഉപയോഗിക്കരുത്. നമ്മുടെ ജീവിതത്തെ യേശുവിന്റെ വഴിയുമായിട്ട് വളരെയധികം ഒത്തൊരുമിച്ച് കൊണ്ടുപോകേണ്ട സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുകയാണ് അല്ലെ. ഏത് നിമിഷം വേണമെങ്കിലും യേശു വരാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അല്ലെ ഇപ്പം ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ തന്നെയാണ്. യേശു വരിക തന്നെ ചെയ്യും അല്ലെ. എത്രയും പെട്ടെന്ന് വരും. അത് നമുക്ക് ഏറ്റവും നല്ലത് തന്നെ. പക്ഷെ ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യുക അല്ലെ. നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഏത് നിമിഷവും നമ്മുടെ പിതാവ്, നമ്മുടെ സൃഷ്ടാവ് വരുമ്പോൾ കൂടെ പോകാനായിട്ട് തയ്യാറായിട്ട് ഇരിക്കുക. അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് നമ്മളെ തന്നെ ട്രാപ്പ് ചെയ്തുകൊണ്ട് അല്ലെ, നമ്മളെ തന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തില് അതിനെ ആക്കി നമ്മൾ തീർക്കരുത് അല്ലെ. ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കേണ്ടത്. അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. മുമ്പോട്ട് പോകുന്നതിനൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ്, ഈ സമയത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവേ. അങ്ങനെ പോലെ ഒരു ദൈവമില്ല കർത്താവ്. ലോർഡ്, താങ്ക് യു സോ മച്ച് മാസ്റ്റർ ഗാഡ്. ഇന്ന് ഞങ്ങൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് കർത്താവ് അങ്ങ് വരുന്നു എന്നുള്ളതിനെ പറ്റിയാണ്. എത്രയും പെട്ടെന്ന് വരുന്നു കർത്താവ്. ലോർഡ് ഫാദർ, അതിനായിട്ട് ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ അപേക്ഷിക്കുന്നു. എല്ലാം കിട്ടിയിരിക്കുന്ന അങ്ങനെ നിന്ന് എല്ലാം നന്മ വരുന്നത് അങ്ങനെ തന്നെ മാസ്റ്റർ ഗാഡ്. അത് ഞങ്ങൾക്ക് കർത്താവെ അനുഗ്രഹമായിട്ട് തന്നെ ഇരിക്കട്ടെ കർത്താവ്. ഞങ്ങൾ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള പ്രവർത്തികളിൽ ഞങ്ങൾ ചെയ്യാതിരിക്കട്ടെ കർത്താവ്. യേശുവിന്റെ നാമത്തിലാമേ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോട് പ്രാർത്ഥിക്കുന്ന, അനുഗ്രഹിക്കണം, അപേക്ഷിക്കുന്ന കർത്താവ്. ഹൃദയങ്ങളെ പ്രിപ്പയർ ചെയ്യണേ കർത്താവെ. അങ്ങയുടെ വാക്ക് കേൾക്കാനും അതനുസരിച്ച് ജീവിക്കാനും യേശുവിന്റെ നാമത്തിന് ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് പോകും. 12ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 7 വരെ വാക്കുകൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോട് കൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവൻ ആയിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ ജടാമാംസി തൈലം ഒരു റാത്തൽ എടുത്തു യേശുവിന്റെ കാലിൽ പൂശി തന്റെ മുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവന്റെ ശിഷ്യന്മാർ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദ ഇസ്കാരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിനു വിറ്റു. ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇതും ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടില്ല. അവൻ കള്ളൻ ആകൊണ്ട് പണസഞ്ചി തന്റെ പക്കൽ ആക്കിയാൽ അതിൽ ഇട്ടത് എടുക്കുന്നത് കൊണ്ടും അത്രേ പറഞ്ഞത്. യേശുവോ അവളെ വിടുക, എന്റെ ശവസംസ്കാര ദിനത്തിനായി ഇവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾക്ക് ദൈവം തരുന്ന ബ്ലെസ്സിങ്സ് അത് നേരത്തെ ഞാൻ പറഞ്ഞൊരു ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തില് ഒരു ടെസ്റ്റിമണിയാക്കി വെക്കുന്നതിന് വേണ്ടിയും ദൈവത്തിന്റെ വഴിയിലേക്ക് നമ്മളെ തന്നെ പൊസിഷൻ ചെയ്യുന്നതിനും ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതിനുമായിട്ട് നമ്മൾ ഉപയോഗിച്ചില്ല എങ്കിൽ ജൂഡാസ് ഇസ്കാരിയോട്ടിന് വന്നു ഭവിച്ചതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. ദൈവം ഹൃദയം കാണുന്നവനാണ്. സദൃശവാക്യത്തില് 21ാമത്തെ ചാപ്റ്റർ ദൈവം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ഹൃദയം കാണുന്ന വ്യക്തികൾ അല്ലെ. നമുക്ക് കാണുന്നത് പുറമേ ഉള്ള കാര്യങ്ങൾ മാത്രമാണെങ്കിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മിക്കവാറും തന്നെ വില കൊടുക്കുന്നത് പുറമേ ഉള്ള കാര്യങ്ങൾക്ക് മാത്രമാണെങ്കിൽ ദൈവം നോക്കുന്ന ഹൃദയത്തിലേക്കാണ്.
പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, അല്ലെ ജൂദാസിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് അവന്റെ നന്മ കണ്ടിട്ടൊന്നുമല്ല, തീർച്ചയായിട്ടും അല്ല, അല്ലെ. 12 ശിഷ്യന്മാരിൽ എന്തിനാണ് ജൂദ ഒരാളായത്, അല്ലെ? ജൂഡാസ് ഇസ്കാരിയോട്ട് എന്തുകൊണ്ടാണ് ഒരാളായി തീർന്നത്? ദൈവം തന്റെ പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി ജൂഡാസ് ഇസ്കാരിയോട്ടിനെ തിരഞ്ഞെടുത്തു. ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ വ്യക്തി ജനിക്കാതിരിക്കുകയായിരുന്നു ബെറ്റർ, അല്ലെ? കാരണം യേശുവിന്റെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ജൂഡാസ് ഇസ്കാരിയോട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ദൈവത്തിന്റെ വഴി വർക്ക് ചെയ്തിട്ട് യേശു പോവുക തന്നെ ചെയ്യും. പക്ഷേ എന്നിട്ടും ദൈവം ഈ വ്യക്തിനെ, ജൂഡാസ് ഇസ്കാരിയോട്ടിനെ തിരഞ്ഞെടുത്തു. തന്റെ പണസഞ്ചിന്, തന്റെ മിനിസ്ട്രീന്റെ ട്രഷറി ഓഫീസറായിട്ട് തന്നെ വെച്ചിരിക്കുക. യേശു 3.5 വർഷക്കാലം വർക്ക് ചെയ്തപ്പോൾ, ഈ ലോകത്തില് 3.5 വർഷക്കാലം വർക്ക് ചെയ്തപ്പോൾ, അല്ലെ, ആ വർക്ക്, ആ മിനിസ്ട്രീന്റെ ട്രഷറി, അല്ലെ, അതിന്റെ ഫൈനാൻസ് ഓഫീസറായിട്ട് ശരിക്കും പറഞ്ഞ ജൂഡാസ് ഇസ്കാരിയോട്ട് വന്നു. ഒരു അനുഗ്രഹമാണ് ദൈവത്തിനുള്ള, ഒരു വലിയൊരു അനുഗ്രഹമാണ്. ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പീറ്ററിനെ പറ്റി, എന്താ പറയുക, പീറ്ററിനോടാണ് ദൈവം പിതാവ് ആദ്യമായിട്ട് റിവീൽ ചെയ്യുന്നത്, ക്രൈസ്റ്റ് എന്നുള്ള കാര്യം റിവീൽ ചെയ്യുന്നത്, അല്ലെ? ഒരു വലിയൊരു പില്ലറായിട്ടാണ് പീറ്ററിനെ ദൈവം മാറ്റിയിരുന്നത്, ചർച്ചിന്റെ ഒരു വലിയൊരു പില്ലറാക്കി മാറ്റിയിരുന്നത്, അല്ലെ? അപ്പോ നമുക്കറിയാം, അപ്പോസ്തലന്മാരെടുത്ത് നോക്കുവാണെങ്കിൽ, യേശുവിന്റെ ഒപ്പം ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരുടെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ, പീറ്ററിന് ഒരു കുറേയും കൂടി ഒരു, എന്താ പറയുക, ഒരു പ്രയോറിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കുറേയും കൂടെ ഒരു വലിയൊരു അപ്പോസ്റ്റലൻ പോലെ നമുക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല എങ്ങനെയാണ് അത് പറയേണ്ടത്, മലയാള വാക്കിലേക്ക് എങ്ങനെയാണ് അതൊന്ന് പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പീറ്ററിനെ സംബന്ധിച്ചിടത്തോളം ബാക്കി ഉള്ള ആളുകളെക്കാളും, ബാക്കിയുള്ള അപ്പോസ്റ്റലന്മാരെക്കാളും കുറേയും കൂടി ഒരു പ്രാധാന്യം പോലെയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പീറ്ററിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ? അപ്പോ പിന്നെ ഒരു കാര്യം, പീറ്റർ യേശുക്രിസ്തുവിന്റെ കോർ ഗ്രൂപ്പിലെ ആളായിരുന്നു. അപ്പൊ യേശുക്രിസ്തു തന്നെ വെളിപ്പെടുത്തിയപ്പോൾ, അല്ലെ, ട്രാൻസ്ഫിഗറേഷൻ നടന്നപ്പോഴൊക്കെ പീറ്റർ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും കൂടെ പീറ്ററിന്റെ കയ്യില് ഈ പണസഞ്ചി ദൈവം കൊടുത്തില്ല എന്നുള്ളത് വാസ്തവം, അല്ലെ? ജൂഡാസ് ഇസ്കാരിയോട്ട് മോശമായിട്ടും കൂടെ അവന്റെ കയ്യിലാണ് ആ പണത്തിന്റെ സഞ്ചി കൊടുത്തത്. എന്നിട്ട് നമുക്കറിയാം, നമ്മുടെ യേശു മനുഷ്യരുടെ ഹൃദയം അറിയുന്നവൻ, അല്ലെ? ശിഷ്യന്മാർ എന്താണ് സംസാരിക്കുന്നത് പോലും, വഴി കൂടെ നടക്കുമ്പോൾ സംസാരിക്കുന്നത് പോലും അറിയാവുന്നത് വ്യക്തി യേശു ക്രിസ്തു, അല്ലെ? എന്താ പറയുക, അവര് പുറത്ത് സംസാരിച്ചോണ്ട്, പുറത്ത് പറഞ്ഞാൽ അവര് പതുക്കെ സംസാരിക്കുന്ന, യേശു കേട്ടിട്ടില്ല, പക്ഷെ എന്നിട്ടും കൂടെ അറിയാവുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണ്, ദൈവമാണല്ലോ യേശു ക്രിസ്തു, അല്ലെ? മനുഷ്യരുടെ മനസ്സിൽ ഉള്ളത് എന്ത് എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു. പക്ഷെ എന്നിട്ടും കൂടെ ജൂഡാസ് ഇസ്കാരിയോട്ടിന് യേശു ക്രിസ്തു എന്താ പറയുക, ഈ ഒരു അനുഗ്രഹം, അല്ലെ, ഈ ഒരു പൊസിഷൻ, അവരുടെ വർക്കിന്റെ, മിനിസ്ട്രീന്റെ ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്നുള്ള ഒരു പൊസിഷൻ, ഒരു പദവി, ഒരു അംഗീകാരം യേശു കൊടുക്കുക തന്നെ ചെയ്തു, അല്ലെ? അത് ഒന്ന് വിചാരിച്ചു നോക്കി, ആ ഒരു അംഗീകാരം, ആ ഒരു അനുഗ്രഹം ദൈവം ആ വ്യക്തിന്റെ ജീവിതത്തിലേക്ക് കൊടുത്തത് അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാല് താൻ ആരെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെ? താൻ ആരെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, താൻ തിരിച്ച് ദൈവത്തിലേക്ക്, യേശുവിലേക്ക് വരുമോ എന്ന് അറിയുന്നതിന് വേണ്ടി, അല്ലെ? തനിക്ക് ദൈവത്തിന്റെ കരുണ, യേശുവിന്റെ കരുണ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ദൈവം കാണിക്കുമ്പോൾ, അല്ലെ, ഇത്രയും നല്ലൊരു പൊസിഷനിൽ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഇയാളെ തന്നെ ദൈവം പൊസിഷൻ ചെയ്തുകൊണ്ട്, അല്ലെ, അദ്ദേഹത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ദൈവം കാണിച്ചത് ഒരു വലിയൊരു കരുണയാണ്, അല്ലെ? നമുക്കറിയാം, വലിയൊരു കരുണയാണ് ജൂഡാസ് ഇസ്കാരിയോട്ടിന്റെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തു ചെയ്തത്. പക്ഷെ എന്നിട്ടും കൂടി അദ്ദേഹം, എന്താ പറയുക, അത് നന്നായിട്ട് ഉപയോഗിച്ചില്ല. അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ആ ഒരു ബ്ലെസ്സിങ്, ദൈവത്തിൽ നിന്ന് കിട്ടിയ ആ ബ്ലെസ്സിങ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രാപ്പായിട്ട് തീരുക ചെയ്തത്, ജീവിതത്തിന്റെ ഒരു ട്രാപ്പ് ആയി തീരുക ചെയ്തത്, അല്ലെ? തന്റെ മനസ്സിന്റെ കാഠിന്യം കൊണ്ട്, തന്റെ മനസ്സിന്റെ നന്മയില്ലാഴി കൊണ്ട് അതൊരു വലിയൊരു ട്രാപ്പായിട്ട് തീരുക ചെയ്തത്, അല്ലെ? നമുക്കറിയാം, ദൈവം ഉപയോഗിക്കുന്നത്, ദൈവം എന്തിനെ എങ്ങനെയും വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും യേശുക്രിസ്തുവിന്. കാരണം യേശുക്രിസ്തു ലോർഡാണ്, അല്ലെ? യേശുക്രിസ്തു യജമാനനാണ്. ആ യജമാനെ എന്തിനെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും, അല്ലെ? അനുഗ്രഹത്തെ, നമ്മുടെ സ്വഭാവത്തെ എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയും ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ അനുഗ്രഹിക്കപ്പെടുമ്പോ, അല്ലെ, അത് നമ്മളുടെ വലിയ കൃപ കാരണമാണെന്നൊന്നും, നമ്മുടെ വലിയ മിടുക്ക് കാരണമാണെന്നല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതൽ കാരണമൊന്നും ആണെന്നൊന്നും വിചാരിക്കേണ്ട. കാര്യം എന്താന്ന് വെച്ചാല്,
അനുഗ്രഹത്തെ ഒരുപക്ഷെ ദൈവം നമ്മളെ തന്നെ കാണിച്ചു തരുന്നതിനും വേണ്ടി ഉപയോഗിക്കും. ഈ നമ്മളെ എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയും ദൈവം ഉപയോഗിക്കും. ഇതേ ജൂഡാസ് ഇസ്കാരിയോട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 13ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ യേശുവിന്റെ പെസഹ അല്ലെ, പെസഹയ്ക്ക് മുമ്പ് അവസാനത്തെ അത്താഴം കഴിക്കുമ്പോൾ അദ്ദേഹം എന്താ പറയുക, തന്നെ ഒരാൾ ഒറ്റിക്കൊടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആരാണ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് കാണിച്ചു കൊടുത്ത് യേശു അപ്പം നുറുക്കിയിട്ട് അല്ലെ, അത് എന്താ പറയുക ഡിപ്പ് ചെയ്തുകൊണ്ട് ആ സോസിൽ ഡിപ്പ് ചെയ്തുകൊണ്ട് എടുത്ത് കയ്യിൽ കൊടുത്തുകൊണ്ടാണ് യേശു ജൂഡാസ് ഇസ്കാരിയോട്ടിനെ എക്സ്പോസ് ചെയ്യുന്നത്. ഇതാണ് എന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് പറയുന്നത് അല്ലെ. അപ്പൊ ആ സമയത്തും കൂടെ അത് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ബ്ലെസ്സിങ് ആണ് അല്ലെ. അത് വേറെ ആർക്കും അപ്പം കൊടുക്കാതെ ജൂഡാസ് ഇസ്കാരിയോട്ടിനെ എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയും കൂടെ അല്ലെ, വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയും ഇദ്ദേഹമാണ് എന്നെ ഒറ്റ കൊടുക്കാൻ പോകുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടി അല്ലെ, അതിനു വേണ്ടി ദൈവം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ബ്ലെസ്സിങ് ആണ് അല്ലെ. നേരത്തെ ദൈവം ജൂഡാസ് ഇസ്കാരിയോട്ടിന്റെ ജീവിതത്തിൽ കൊടുത്തിരുന്ന ഒരു ബ്ലെസ്സിങ് 12ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വായിച്ചു അല്ലെ. അവരുടെ പണസഞ്ചി അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു അല്ലെ. പണസഞ്ചി തന്റെ പക്കൽ ദൈവം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ അതോടെ ഒരു കാണിക്കുന്നത് എന്താ, ഒരു ശരിക്കും പറഞ്ഞ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ യേശുക്രിസ്തു അവിടെ ഡീല് ചെയ്തിരിക്കുന്നത് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കൈ പണസഞ്ചി കൊടുത്തിരിക്കുന്നു. പണസഞ്ചി എടുക്കുന്ന സമയത്തും നമുക്കറിയാം ദൈവത്തിന്റെ കരുണയുണ്ട് അല്ലെ. ദൈവം തന്നോട് താൻ പണസഞ്ചിയിൽ നിന്ന് കാശൊക്കെ എടുത്ത് ദൂർത്തടിക്കുന്നു, കട്ടെടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് പോലും റബ്ബായി തന്നോട് പിന്നെയും കരുണയോടെയാണ് തന്നെയാണ് പെരുമാറുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ അല്ലെ, ദൈവത്തിന്റെ നന്മയെ പറ്റി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു ശ്രമം യേശുക്രിസ്തു നടത്തുന്നു. കാരണം ദൈവത്തിന്റെ നന്മ നമ്മളെ റിപ്പന്റൻസിലേക്ക് നടത്തും അല്ലെ, നമ്മളെ മനസാന്തരത്തെ നടത്തും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. ദൈവത്തിൽ നിന്നുള്ള റിപ്പന്റൻസ് ആണെങ്കിൽ, ദൈവത്തിന്റെ കരുണ നമുക്ക് തോന്നുന്ന മനസാന്തരമാണെങ്കിൽ അതിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. അല്ലാതെ ഫ്ലഷിന്റെ തരത്തിലുള്ളതാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. അപ്പൊ ഇദ്ദേഹത്തെ യേശുക്രിസ്തു പിന്നെയും ശരിക്കും പറഞ്ഞാൽ സ്നേഹിക്കുക ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ 13ാമത്തെ വാക്കിൽ പറഞ്ഞിരിക്കുക, തനിക്കുള്ളതിനെ അവസാനം വരെ സ്നേഹിച്ചു എന്ന് വെച്ചു കഴിഞ്ഞാല് ഈ കള്ളനെയും യേശുക്രിസ്തു സ്നേഹിച്ചു എന്ന് അല്ലെ. അപ്പോ അവിടെ ദൈവം ചെയ്തിരിക്കുന്നത്, യേശുക്രിസ്തു ചെയ്തിരിക്കുന്നത് ജൂഡാസ് ഇസ്കാരിയോട്ടിന് കൊടുത്ത ഒരു ബ്ലെസ്സിങ് അല്ലെ, താൻ ഒരു പൊസിഷൻ ആക്കി ജൂഡാസിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത്, ആ ഒരു ബ്ലെസ്സിങ് എന്നുള്ളത്, ആ ഒരു ബ്ലെസ്സിങ് ജൂഡാസ് ആരെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാൻ, ജൂഡാസിന് തന്നെ കാണിച്ചു കൊടുക്കാൻ യേശുക്രിസ്തു ഉപയോഗിച്ച ഒരു മാർഗമാണ്. അതിനുശേഷം 13ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു അപ്പക്കഷ്ണം എടുത്ത് അത് മുറിച്ചുവിട്ട് അദ്ദേഹത്തിന് സോസിൽ മുക്കിട്ട് പിന്നെ കയ്യിൽ കൊടുക്കുമ്പോൾ, ജൂഡാസിന് കൈ കൊടുക്കുമ്പോൾ പിന്നെയും ജൂഡാസിനോട് ദൈവം എക്സ്പ്രസ് ചെയ്യുവാണല്ലോ, നീ റിപ്പന്റ് ചെയ്ത് നീ ആയിരിക്കുന്ന വഴിനെ കളഞ്ഞുകൊണ്ട് നീ എന്റെ തിരിച്ചു വരിക, നീ നിന്റെ ജീവിതം എന്റെ കയ്യിലേക്ക് തരുമെന്ന് റിപ്പന്റ് ചെയ്യുക എന്ന് യേശുക്രിസ്തു പിന്നെയും അദ്ദേഹത്തോട് എന്താ പറയാ ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ. ആവശ്യപ്പെടുകയാണ് ചെയ്തത്. യേശു ആരെയും ഒന്നും ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യിക്കത്തില്ല. നമുക്കറിയാം റെവലേഷന്റെ 3ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശു ആരെയും ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഹൃദയത്തിന്റെ പുറത്തുനിന്നുകൊണ്ട് ഹൃദയത്തിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് തുറക്കാതിരിക്കാം. നമ്മൾ തുറക്കുവാണെങ്കിൽ ദൈവം യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് വരിക ചെയ്യും. തുറന്നില്ലെങ്കിൽ എന്ത് വരും, നമ്മൾ നശിച്ചു പോകുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ബ്ലെസ്സിങ് എന്ന് പറയുമ്പോ അത് നമ്മൾ വലിയ മിടുക്കാണും നമ്മൾ വലിയ ആളുകളായതുകൊണ്ടൊന്നും അല്ല എന്ന് ചുരുക്കം അല്ലെ. ദൈവം തന്റെ ബ്ലെസ്സിങ്സ്, ദൈവത്തിന്റെ വഴികള് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അല്ലെ. ദൈവത്തിന്റെ വഴികൾ, ദൈവം ഉപയോഗിക്കുന്ന മാർഗങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല അല്ലെ. നമുക്കിവിടെ ജൂഡാസ് ഇസ്കാരിയോട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ദൈവം ബ്ലെസ്സിങ് കൊടുത്തിട്ടാണ് അല്ലെ, ആ ബ്ലെസ്സിങ് വഴി അദ്ദേഹത്തെ മനസ്സിലാക്കുന്ന, അദ്ദേഹത്തോട് തന്നെ മനസ്സിലാക്കുക അല്ലെ, അദ്ദേഹത്തോട് തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ബ്ലെസ്സിങ് കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ അല്ലെ, ദൈവത്തിന് അങ്ങനെ ഉപയോഗിക്കാം. നമുക്ക് കിട്ടുന്ന ബ്ലെസ്സിങ് അങ്ങനെ ഒരു കാര്യത്തിനായിരിക്കാം അല്ലെ. അനോയിന്റിങ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ വീക്ക്നെസ്സിനെയും നമ്മുടെ ശക്തിയെയും അത് പ്രതിഫലിപ്പിക്കുക തന്നെ ചെയ്യും അല്ലെ. നമുക്കറിയാം പിശാച് അനോയിന്റഡ് ആയിട്ടുള്ള ഒരു ചെറൂബാണ് അല്ലെ. അനോയിന്റിങ് അവന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അവൻ തന്നെ എക്സ്പോസ് ചെയ്യുക ചെയ്തിരിക്കുന്നത് അല്ലെ. താൻ ആരെന്ന് മനസ്സിലാക്കി കൊടുക്കുക ചെയ്തിരിക്കുന്നത്. ദൈവത്തെ ആരെന്ന് എന്താ
പറയാ, അവൻ വെളിപ്പെടുത്തുക ചെയ്യും, മനസ്സിലാക്കി കൊടുക്കുക, വെളിപ്പെടുത്തുക ചെയ്തിരിക്കുന്നത് അല്ലെ. ദൈവത്തിന്റെ ആ കൃപ അവന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, അതുപോലെ തന്നെ ജൂഡാസ് ഇസ്കറിയോട്ടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ, ദൈവത്തിന്റെ ആ ഒരു കൃപ, ദൈവത്തിന്റെ അനുഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ ആ അനുഗ്രഹം എക്സ്പോസ് ചെയ്തത്, വെളിപ്പെടുത്തി കൊടുത്ത ജൂഡാസ് ഇസ്കാരിയോട്ട് ആരാണെന്നുള്ള ഒരു ആരാണ് എന്നുള്ളത് കൊണ്ടാണ് അല്ലെ. നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം അവിടെ നമ്മുടെ ഹൃദയത്തിന് ശുദ്ധി ഉണ്ടെങ്കിൽ ആ അനുഗ്രഹം ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് തീരുമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന് ശുദ്ധി ഇല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം നമ്മൾക്ക് എന്താ പറയണേ, അതൊരു ട്രാപ്പായിട്ട് തീരുക തന്നെ ചെയ്യും. അത് തന്നെയാണ് ജൂഡാസിന്റെ കാര്യത്തില് വന്നിരിക്കുന്നത് അല്ലെ. അപ്പം മുറുക്കി കൈ കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും എന്താ പറ്റിയത്, പിശാച് അദ്ദേഹത്തിന്റെ എന്താ പറഞ്ഞേ, അദ്ദേഹം അത് എന്താ പറയാ കയ്യിലേക്ക് വാങ്ങി ഉടനെ സാത്താൻ അവനിൽ കടന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. 26 27 യോഹന്നാന്റെ 13 ജോന്റെ 13 പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ, തൻ അപ്പക്കണ്ടം മുറുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു, കണ്ടം മുറുക്കി ശീമോൻ ഇസ്കാരിയോത്തിന്റെ മകനായി യൂദയ്ക്ക് കൊടുത്തു, കണ്ടം വാങ്ങി ഉടനെ സൈത്താൻ അവനിൽ കടന്നു അല്ലെ. അപ്പോ അവിടെയും എന്താ പറയാ, ജൂഡാസ് ഇസ്കാരിയോട്ടിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കുക ചെയ്തത്. അപ്പം കൊടുക്കാന്ന് പറഞ്ഞ ഒരു അനുഗ്രഹമാണല്ലോ, ബാക്കി ആർക്കും കൊടുക്കാത്ത ഒരു അനുഗ്രഹം അല്ലെ. പത്രോസിനും എന്താ പറയണ ജോണിനും ബാക്കി ലീവായ്ക്കും ഒന്നും കൊടുക്കാത്ത ഒരു അനുഗ്രഹം അല്ലെ ദൈവം ഇവിടെ കൊടുത്തിരിക്കുക, ജൂഡാസ് ഇസ്കാരിയോട്ടിന് കൊടുത്തിരിക്കുക. അപ്പോ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, സമയം വളരെയധികം അടുത്തിരിക്കുക, യേശുക്രിസ്തുവിന്റെ വരവിനായിട്ടുള്ള സമയം വളരെയധികം അടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളല്ലേ, നമുക്ക് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ് അല്ലെ. എല്ലാം നമുക്ക് ഉള്ളതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. അപ്പൊ അതിനെല്ലാം നമുക്ക് എന്താ പറയുക, ദൈവത്തിന്റെ വഴി കൂടെ നടക്കുന്നതിന് വേണ്ടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ജീവൻ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്തിരിക്കുന്നത് അല്ലെ. സമൂഹത്തിലേക്കൊന്ന് നോക്ക് എന്തൊക്കെയാ നടക്കുന്നത്, എത്ര തരത്തിലുള്ള യുദ്ധങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലെ. നമ്മുടെ ദൈവം ഇതെല്ലാം നമ്മളോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ ദിവസങ്ങളായി കഴിയുമ്പോഴേക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ദൈവം തമ്പുരാൻ യേശുക്രിസ്തു ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ പാകപ്പെടുത്തേണ്ട സമയം ആയിരിക്കുന്നു എന്ന് ചുരുക്കം അല്ലെ. നമ്മൾ തന്നെ യേശുവിന്റെ വഴികളുമായിട്ട് അലൈൻ ചെയ്യേണ്ട ഒരു സമയം ആയിരിക്കുന്നു. കാരണം അവൻ വരുന്ന സമയത്ത് നമ്മളും കൂടെ ഉണ്ടായിരിക്കണം. റാപ്ചർ വളരെയധികം അടുത്താണ് അല്ലെ. റാപ്ചർ വളരെയധികം അടുത്താണ്, യേശുക്രിസ്തുവിന്റെ വരവ് വളരെയധികം അടുത്താണ് അല്ലെ. അപ്പൊ നമ്മളെ തന്നെ നമ്മൾ പൊസിഷൻ ചെയ്യും, നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാത്തിനെയും കൊണ്ട് അല്ലെ, നമുക്ക് എന്തൊക്കെ ബ്ലെസ്സിങ് കിട്ടിയിരിക്കുന്നു അതെല്ലാം എന്താ പറയുക, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ നന്മയെ നമുക്ക് ദൈവത്തിൽ വളരുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അല്ലെ. അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്. ജൂഡാസ് ഇസ്കാരിയോട്ടിനെ പോലെ ബുദ്ധിയില്ലാത്ത വ്യക്തികളായിട്ട് നമ്മൾ നടക്കുന്ന വ്യക്തികളായിരിക്കരുത് അല്ലെ. കിട്ടിയിരിക്കുന്നത് എല്ലാം നന്മയ്ക്കായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ നമ്മുടെ സ്വഭാവത്തെ അത് എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലാതെ അല്ലെ, നമ്മളെ അത് നശിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാതെ, അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യണം, നമ്മളെ തന്നെ പരിശുദ്ധരാക്കി വെക്കുക. നമ്മുടെ ഹൃദയത്തിന്റെ പരിശുദ്ധി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. എന്തുകൊണ്ടാണ് ദൈവം അനുഗ്രഹം കൊടുത്ത് എക്സ്പോസ് ചെയ്തത് അല്ലെ. ജൂഡാസ് ഇസ്കാരിയോട്ടിനെ അനുഗ്രഹിച്ച് എക്സ്പോസ് ചെയ്ത് എന്തിനാണ് അല്ലെ, ദൈവത്തിനെ അനുഗ്രഹിക്കാനേ അറിയത്തുള്ളൂ. ആ അനുഗ്രഹം നമുക്കൊന്നും ഒരു ട്രാപ്പായിട്ട് തീരരുത് അല്ലെ. അതിനായിട്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കാൻ, നമുക്ക് പരിശുദ്ധമായിട്ട് വെക്കുക. അവൻ പരിശുദ്ധനായിരിക്കുന്നവർ നമുക്കും പരിശുദ്ധരായിട്ടിരിക്കാം. പിന്നെ യേശുവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം ഒരിക്കൽ പോലും മറക്കാതിരിക്കാം അല്ലെ. നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യാം. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് അല്ലെ. നമുക്ക് നമ്മളെ തന്നെ ഒരു അനുഗ്രഹമാക്കി, ദൈവത്തിന്റെ കിങ്ഡത്തിൽ നമ്മളെ തന്നെ ഒരു അനുഗ്രഹമാക്കാം അല്ലെ. നമുക്ക് കിട്ടുന്നതെല്ലാം അനുഗ്രഹത്തിലേക്ക് മാത്രമായിരിക്കട്ടെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയുന്നത്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നത്. കർത്താവ് താങ്ക് യു ജീസസ്, മച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പ് യു. ഞങ്ങളുടെ ഹൃദയം ഒരു പിതാവിന്റെ ഹൃദയമായിരിക്കുന്നു എന്നുള്ളതിനെ നന്ദി പറയുന്ന കർത്താവിനോട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സകല അനുഗ്രഹങ്ങളെ അത് നന്മയ്ക്കായിട്ട് മാത്രം ഉപയോഗിക്കാനുള്ള കൃപ തന്നെ അപേക്ഷിക്കുന്ന കർത്താവ്. ഞങ്ങളുടെ വരവ് വളരെയധികം അടുത്തിരിക്കുന്ന ഈ സമയത്ത് കർത്താവിനോട് പാതുകാട് ഞങ്ങള് നന്മയ്ക്കായിട്ട് മാത്രം ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താവിനോട്. തിന്മ ഒട്ടും തന്നെ ഞങ്ങളുടെ ഉള്ളിലുള്ള വ്യക്തികളാക്കാതിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ താങ്ക് യു ജീസസ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് പ്രാർത്ഥന അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്ന യേശുവിൻ നാമത്തിൽ കേട്ടോണ്ടെങ്കിൽ ദൈവത്തിനകത്ത് മാത്രം ഉണ്ടാകട്ടെ.